അല്ല, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇത്രയേറെ പാർട്ടിയും മുന്നണിയും ശക്തമായി ഈ കാര്യത്തിൽ നടത്തിയ സമരങ്ങൾക്കൊക്കെ ഈ യാത്രകൾക്കും ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ടായി. അപ്പോൾ അങ്ങനെ ഇത്രയും ഒരു നല്ലൊരു ഇളക്കം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് ഒരാള് പാർട്ടിയുടെ ഇഷ്യൂ കാരണം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു ഭൂഷണമല്ല. അപ്പോൾ KPC പ്രസിഡന്റ് തന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഞാൻ കൺവീനറോട് സൂചിപ്പിച്ചിട്ടാണ് പോയത്. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ കാലത്ത് ഉച്ചയ്ക്കൊക്കെ തൊഴുത് വൈകുന്നേരത്തെ ട്രെയിന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു എല്ലാ ചാനലിലും ഒരുപോലെ വാർത്ത വന്നപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്തെങ്കിലും ചടങ്ങ് ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇത് അയ്യപ്പ സംഗമത്തിന്റെ കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി ഇന്നലെ സമാപിച്ചതാണ്. ഇന്ന് UDFന്റെ ആയതുകൊണ്ടാണ് 4-5 ദിവസത്തെ ഓട്ടവും ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂർ സന്ദർശനവും യാത്രയൊക്കെ ഭംഗിയായതിൽ ഗുരുവായൂർ ദർശനവും ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഗുരുവായൂർക്ക് പോയത്. ഉച്ചയ്ക്ക് ഈ വിവരം അറിഞ്ഞപ്പോൾ KPC പ്രസിഡന്റ് ഫോണിൽ വിളിച്ച ഉടൻ തന്നെ ഞാൻ പുറപ്പെട്ടതാണ്. പിന്നെ വഴിയിൽ നേരെ ട്രാഫിക് ബ്ലോക്ക്, ഒരുപാട് തടസ്സങ്ങൾ, എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് വിടെത്തി. പാർട്ടി ഞാൻ പറയാം, KPC 4 ജാഥകളും സംഗമിച്ചുകൊണ്ട് ചെങ്ങന്നൂര് സമാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് UDF പിറ്റേ ദിവസം ഒരു മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ ആ മാർച്ചിൽ ഇന്ന് മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് ഞാൻ ഒരു എക്സംഷൻ കൺവീനറുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് പോയത്. വിശ്വാസ സംരക്ഷണ യാത്രയുടെ ബാക്കി തന്നെയായിരുന്നു വിശ്വാസ സംരക്ഷണ പദയാത്രയും ഒപ്പം നടന്ന വിശ്വാസ സംരക്ഷണ സംഘവും. പദയാത്രയിൽ എന്നെ ഏൽപ്പിച്ചത് ഈ യാത്രയ്ക്ക് കാസർഗോഡ് നേതൃത്വം കൊടുക്കാനാണ്. ആ ഡ്യൂട്ടി ഇന്നലെ കഴിഞ്ഞു. ഇന്നത്തേന് ഒരു എക്സംഷൻ വാങ്ങിച്ചു. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും വാങ്ങിക്കാറുണ്ടല്ലോ. അല്ല, ഞാൻ പറയും, പുനഃസംഘടനയും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അങ്ങനെ പരിഭവം ഉണ്ടെങ്കിൽ ഞാനത് ഒന്നുകിൽ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ KPC പ്രസിഡന്റിനോടൊക്കെ ഞാൻ പറഞ്ഞോളാം. അതല്ലാതെ ഇതുപോലത്തെ ഒരു സംഗമത്തിൽ നിന്ന് അതിന്റെ പേരിൽ മനഃപൂർവ്വം മാറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് പ്രവർത്തകർക്ക് ഉണ്ടാവുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്നത്. അപ്പൊ എനിക്ക് ദൈവം സഹായിച്ച് ആരോഗ്യമൊക്കെ ദൈവവും അയ്യപ്പനും ഗുരുവായൂരപ്പനൊക്കെ തന്നതുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ ആരോഗ്യം എനിക്കിപ്പോഴുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഇനിയിപ്പോ അതിന്റെ ചർച്ചയില്ല. ഇതിലെ പാർട്ടിയുടെ പുനഃസംഘടനയും ഇന്നത്തെ ഈ യോഗത്തിൽ നിന്ന് വരാതിരുന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇന്നും അദ്ദേഹത്തിനെ വിളിക്കാറുണ്ട്. ഞാൻ 22-ാം തീയതി DCCയുടെ ഒരു ക്യാമ്പ്, കോഴിക്കോട് DCCയുടെ ക്യാമ്പ് കോഴിക്കോടുണ്ട്. ആ ക്യാമ്പിൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. KC വേണോവരാണ് അത് ഉദ്ഘാടനം. സ്വാഭാവിക സ്റ്റേജിൽ കാണുമല്ലോ.